എന്താണ് കർണാടകയിൽ ഇപ്രാവശ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത്? കർണാടകയിൽ 2 ഘട്ടമായി പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. 2ാം ഘട്ട പോളിംഗ് നടക്കുമ്പോൾ ബി.ജെ.പി അവിടെ ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടിട്ടുണ്ടല്ലോ. അത് പ്രജ്വൽ രേവണ്ണയുമായിട്ടും എസ്.ഡി. രേവണ്ണയുമായിട്ടും ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമ പരാതികളും അതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച വീഡിയോകളുമാണ്. അതിൽ 14 സീറ്റുകളിലെ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ പ്രതിസന്ധി അവിടെ ബി.ജെ.പിക്ക് നേരിടേണ്ടി വന്നു. കാരണം ഒന്ന് ആലോചിക്കേണ്ടത്, ഈ JDS എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ കർണാടകയിൽ ഒരു തകർച്ച നേരിടുന്ന പാർട്ടിയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 9-10% വോട്ട് മാത്രമാണ് അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർ പ്രതിനിധാനം ചെയ്യുന്നത് വൊക്കലിഗ എന്ന് പറയുന്ന സമുദായത്തെയുമാണ്. തെക്കൻ കർണാടകയിലാണ് അവരുടെ സ്വാധീന ശക്തി എന്ന് പറയുന്നത്. ആ വൊക്കലിഗ സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ദേവഗൗഡ ആയിരിക്കുമ്പോൾ തന്നെ അവിടെ മറ്റൊരു നേതാവ് ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അത് DK ശിവകുമാറാണ്. അപ്പോൾ DK ശിവകുമാറിൻ്റെ ഒരു സ്വാധീനം ആ സമുദായത്തിൽ വർദ്ധിച്ചു വരുന്നത് കോൺഗ്രസിന് അനുകൂലമാകുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് വലിയ തിരിച്ചടിയായിട്ട് JDS കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുകയും ചെയ്തു.